നമ്മുടെ സൂപ്പർമാൻ സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതോ ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും പുതിയ സിനിമകൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും സിനിമ കാണേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ പേര് ഹരികൃഷ്ണൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെക്സ് എന്റർടൈൻമെന്റ്. അപ്പൊ നമുക്ക് തുടങ്ങിക്കളയാം. സൂപ്പർമാൻ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 11 തീയതിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി സിനിമ റിലീസ് ആയി കാണുന്നത് തന്നെയായിരിക്കും. ആൻഡ് അത് കൂടാതെ തന്നെ ഈ സിനിമ നമുക്ക് 3Dയിലും അവൈലബിൾ തന്നെയായിരിക്കും, ഐമാക്സിലും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷെ 3D ഞാൻ പറയും, ഇപ്പൊ നമ്മൾ അടുത്ത് കണ്ടിട്ടുള്ള ഹോളിവുഡ് ഫിലിംസിലെല്ലാം 3D എന്ന് പറയുന്ന ഒരു സാധനം ചുമ്മാ ടിക്കറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് നമുക്ക് കുറച്ച് ഡെപ്ത് കൂടുതൽ കിട്ടുമെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. ഈ അടുത്തിടെ ജുറാസിക് വേൾഡിന്റെ സിനിമ കണ്ടപ്പോഴും ഒക്കെ എനിക്ക് അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. ഇനി മേജർ കാസ്റ്റിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുന്നത് ഡേവിഡ് കോൺസ്വീറ്റ്, നിക്കോളാസ് ഹോൾട്ട്, റേച്ചൽ ബോസ്മാൻ, ഇവരെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ കാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. ആൻഡ് ഇത് നമ്മുടെ സൂപ്പർമാന്റെ ഇൻഡിവിജ്വൽ ഫിലിമിന്റെ ആ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് നോക്കുമ്പോൾ 7ാമത്തെ സിനിമയാണ്. യെസ്, നമ്മുടെ ജുറാസിക് വേൾഡ് 7ാമത്തെ സിനിമ തന്നെയായിരുന്നു. ആൻഡ് ഇത് നമുക്കറിയാം, നമ്മുടെ ക്രിസ്റ്റഫർ റീവ് ആണ് ഈ ഒരു എറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ബ്രാൻഡൻ റോത്തിന്റെ നമുക്ക് സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെന്റ് നമ്മുടെ ഹെൻറി കാവിൽ, ദ ലെജൻഡ് ഹിംസെൽഫ്. ആൻഡ് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിപ്പോ കിട്ടുന്ന 7ാമത്തെ സൂപ്പർമാന്റെ പടമാണ് ദ സൂപ്പർമാൻ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ വേറെ സൂപ്പർമാന്റെ സിനിമ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊരു സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫ്രാഞ്ചൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാവുന്നത് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്, DC യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന എല്ലാം DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് ഒക്കെ തന്നെയായിരുന്നു. ആൻഡ് DC യൂണിവേഴ്സിലെ ജെയിംസ് ഗണ്ണിന്റെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റും കൂടി ആയിട്ടാണ് നമുക്ക് ഈ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് മറ്റൊരു കാര്യം, ഇതൊരു ഒറിജിനൽ സ്റ്റോറി ആകാൻ പോകുന്നില്ല. അതായത് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സൂപ്പർമാൻ, അതായത് ഓൾറെഡി സൂപ്പർമാൻ ആയിരിക്കും മെട്രോപോളിസിൽ തന്നെ. ആൻഡ് ക്ലർക്ക് കെന്റ് ഡെയിലി പ്ലാനറ്റിൽ ജോബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഏകദേശം നിങ്ങൾക്കൊരു ഇയർ 3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വിചാരിക്കാം പുള്ളിക്കാരൻ സൂപ്പർമാൻ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഒറിജിനൽ സ്റ്റോറി നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ജെയിംസ് ഗൺ കാണിച്ചു തന്നിട്ടുള്ള സൂപ്പർമാൻ കുറച്ചും കൂടി ഒരു വാനറബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ ആയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പോലെ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള സൂപ്പർമാൻ ഒന്നും ആരും പ്രതീക്ഷിക്കരുതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കുറച്ചും കൂടി കൂടുതൽ ലൂയിസ് ലെയിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരിനകത്ത് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ഈ ഒരു സിനിമയുടെ ഫുൾ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ കൈൻഡ്നെസ് ആണ് സത്യം പറഞ്ഞാൽ ജെയിംസ് ഗൺ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ നമുക്ക് അത് തന്നെ ആ ഒരു സിമ്പിൾ ഓഫ് ഹോപ്പ് എന്താണ് നമുക്ക് പീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആയിരിക്കും നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയുടെ മോറൽ ഓഫ് ദ സ്റ്റോറിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം തന്നെ. സോ ഇനി നമുക്ക് ഈ ഫിലിമിനകത്തുള്ള മേജർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് പുതിയതായിട്ട് കാണാൻ കഴിയും, ഏതൊക്കെ DC ക്യാരക്ടേഴ്സിനെ കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. എടുത്തു പറയേണ്ടത് തന്നെയാണ്, ടീസേഴ്സ് മൂലം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ് ക്രിപ്റ്റോ. യെസ്, ഫൈനലി ക്രിപ്റ്റോയുടെ ലൈവ് അഡാപ്റ്റേഷൻ നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ജെയിംസ് ഗൺ തരുന്നത് തന്നെയാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് സൂപ്പർമാനും ക്രിപ്റ്റോയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി തന്നെ. ആൻഡ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്ന് ടീസറിനകത്തും അത് ഭയങ്കര കിടിലനായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായത് തന്നെ. പിന്നീട് എടുത്ത് പറയേണ്ട ദ വൺ ആൻഡ് ഓൺലി ലെക്സ് ലൂതർ, അതായത് ബാറ്റ്മാന് ജോക്കർ എന്ന് പോലെ തന്നെയാണ് സൂപ്പർമാന് ലെക്സ് ലൂതർ. കാരണം സൂപ്പർമാൻ്റെ ആർച്ച് എനിമി തന്നെയാണ് ലെക്സ് ലൂതർ. സോ ലെക്സ് ലൂതറിന് എന്തൊക്കെയാണ് പുതിയ കരുക്കൾ സൂപ്പർമാന് വേണ്ടിയിട്ട് നീക്കുന്നത്, പുള്ളിക്കാരൻ്റെ ആ ഒരു മൈൻഡിനകത്ത് എന്തൊക്കെ പുതിയ പ്ലാൻസ് പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തന്നെ എനിക്ക് തോന്നുന്നു. ആൻഡ് നിക്കോളാസ് ഹോൾട്ട് ഒരു കിഡിലനായിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ലെക്സ് ലൂതറിന്റെ വെർഷനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് നമ്മൾ DC യുവിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ദുരന്തം പോലെ ആകില്ലെന്ന് തന്നെ നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എടുത്ത് പറയേണ്ടത്, ഫൈനലി നമുക്ക് റയാൻ റെനോൾഡ്സിന്റെ ആ ഒരു ഇറ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രീൻ ലാൻഡറിന്റെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ ഈ സിനിമയിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. നാത്താൻ ഫില്ലിയൻ ആണ് ഗ്രീൻ ലാൻഡറിനെ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്യുന്നത്. നമ്മൾ പുള്ളിക്കാരൻ്റെ അധികമൊന്നും കണ്ടില്ല, ആ ഒരു വിയേർഡ് ആയിട്ടുള്ള ഹെയർ കട്ട് മാത്രമാണ് നമ്മൾ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെ. പിന്നെ ഇതൊരു ജെയിംസ് ഗണ്ണിന്റെ പടമായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടി ക്വർക്കി ആയിട്ടുള്ള കുറേ അധികം എന്താ പറയണ്ട ജോക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം തന്നെയാണ്. ഗ്രീൻലാൻഡിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണെങ്കിലും മിസ്റ്റർ ടെറിഫിക്കിനെയും ഹോക്ക് ഗേളിനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ ആക്ച്വലി സൂപ്പർമാന്റെ കൂടെ തന്നെ ഒരു മെറ്റാമോർഫോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും കൂടി അവർ ജസ്റ്റ് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ആൻഡ് ഇതൊന്നും അല്ല എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മിക്കവാറും മിലി ആൽകോക്കിന്റെ സൂപ്പർ ഗണ്ണിന്റെ ഒരു ടീസും കൂടി മിക്കവാറും ജെയിംസ് ഗൺ തരുമെന്നൊക്കെ നമ്മൾ ആക്ച്വലി റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇനി അടുത്ത വരാൻ പോകുന്ന DC യൂണിവേഴ്സിന്റെ സിനിമ മിലി ആൽകോക്കിന്റെ ഈ ഒരു വുമൺ ഓഫ് ടുമാറോ അല്ലെങ്കിൽ സൂപ്പർ ഗേൾ ഫിലിം തന്നെ ആയിരിക്കും. സോ മിക്കവാറും ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അല്ലെങ്കിൽ അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വല്ല ടീസ് നമുക്ക് കിട്ടാനും സാധ്യത കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായത് തന്നെ. ആൻഡ് ഇനി ഇതൊന്നും അല്ലാതെ അൺഒഫീഷ്യൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ
ചിലപ്പോൾ നമ്മൾ അതിനകത്ത് സൂപ്പർമാൻ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ബിസാറോ ആയിരിക്കും എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർമാൻ്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലോൺ ആണ്, അല്ലെങ്കിൽ സൂപ്പർമാൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോൺ തന്നെയായിരിക്കും. സോ ചിലപ്പോൾ ബിസാറോയെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിയുന്നത് തന്നെയായിരിക്കും. ആൻഡ് അത് കൂടാതെ നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം സൂപ്പർമാൻ്റെ റോബോട്ട്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതുവരെ നമ്മൾ ലൈവ് അഡാപ്റ്റേഷനകത്ത് അങ്ങനെ ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല. ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിനകത്ത് എപ്പോഴും പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ. പക്ഷേ ഇതിനകത്ത് അത് കുറച്ചും കൂടി വെറൈറ്റി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതേ ജെയിംസ് ഗൺ ഈ ഒരു സൂപ്പർമാനെ കുറച്ചും കൂടി ഒരു ഹ്യൂമനിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് ആൾക്കാർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർമാനെ ആക്കുമെന്ന് തന്നെയാണ് ജെയിംസ് ഗൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഭയങ്കര പവർഫുൾ ഒന്നും ആയിരിക്കില്ല, ഒരു ഇടി കൊണ്ടിനെ താഴെ വീഴുന്ന ഒരു സൂപ്പർമാൻ ആണെന്നാണ് ജെയിംസ് ഗൺ പറയുന്നത് തന്നെ. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ DC ഫാൻസിനൊന്നും ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഡീപ്പ് പവർ ചെയ്തിട്ടുള്ളൊരു സൂപ്പർമാൻ എന്ന് എല്ലാവരും കിടന്ന് പറയാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ടീസറിനകത്തൊക്കെ നമ്മൾ ഇതിനകത്ത് സൂപ്പർമാൻ വലിയൊരു കൈജു ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വലിയൊരു മോൺസ്റ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് തന്നെ. ആൻഡ് വെള്ളിയാഴ്ച ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. നിങ്ങൾ ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്തോ? നിങ്ങൾ എവിടെയാണ് ഈ ഒരു സിനിമ കാണാൻ പോകുന്നത്? ആൻഡ് ജുറാസിക് വേൾഡിനേക്കാളും നല്ലൊരു സിനിമ ആകട്ടെ ഇത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നേരത്തെ കുറച്ച് റിവ്യൂസിനകത്ത് മാൻ ഓഫ് സ്റ്റീലിനേക്കാളും കിടലൻ സിനിമ ആയിരിക്കും സൂപ്പർമാൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം സിനിമ ഇറങ്ങട്ടെ. ഇനി നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. മാൻ ഓഫ് സ്റ്റീൽ ഈ സിനിമ കടത്തി വെട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.